ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. യെസ്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞാണായിരിക്കും ഇന്ത്യ UK വ്യാപാര കരാർ നടന്ന സംഭവം. ഈ കഴിഞ്ഞ ജൂലൈ 24-ാം തീയതിയാണ് ഇന്ത്യ UK വ്യാപാര കരാർ നടന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാം, കാരണം വലിയ വീഡിയോ ആയി പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ UK നിന്ന് ഇന്ത്യയിലേക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ, അതിന് ഏകദേശം 90% സാധനങ്ങൾക്കും തീരുവ കുറയ്ക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് UK എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ ഇറക്കുന്ന സാധനങ്ങൾ, UK ഇറക്കുന്ന സാധനങ്ങൾ 99% സാധനങ്ങൾക്കും തീരുവ കുറയ്ക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം തന്നെ ഏകദേശം 50%, അതായത് 15% UK നിന്ന് ഇന്ത്യയിലേക്ക് പിന്നെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് റേറ്റ് കുറയ്ക്കും. 3%, 50%-ൽ നിന്നും 3% ആക്കി കുറയ്ക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ 2030 ആകുമ്പോഴത്തേക്കും വലിയ ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കാനും, അതുപോലെ തന്നെ ഈ കൂടുതൽ, അതായത് ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം $60 ബില്യൺ ഉഭയകക്ഷി ബന്ധമാണ്. അത് ഏകദേശം $120 ബില്യൺ അതിന് മുകളിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് 2030 ആകുമ്പോഴത്തേക്കും. പിന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കണം. പിന്നെ ആരോഗ്യം, IT മേഖലകളെല്ലാം തന്നെ കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കരാർ. ഓക്കെ, അപ്പോൾ നമുക്ക് UK നിന്ന് ഇന്ത്യയിലോട്ട് കയറ്റിവിടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. മെയിനായിട്ടും കുറവുള്ളത് 99% സാധനങ്ങളും ഉണ്ട്, എങ്കിലും അതിനകത്ത് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാറുകൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രീമിയം കാറാട്ടോ, കുറഞ്ഞൊന്നുമില്ല. നമുക്കറിയാമല്ലോ, ജാഗ്വർ, റോൾസ് റോയ്സ്, ബെന്റ്ലി, ആസ്ട്രോ മാർട്ടിൻ തുടങ്ങിയുള്ള കാറുകൾ. ഈ കാറുകൾക്കെല്ലാം നമുക്ക് നാട്ടിൽ റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടും. ഇത് പരിപാടി കഴിഞ്ഞ് മോദി അങ്ങോട്ട് പോയി, പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ ഈ പരിപാടി തുടങ്ങി ഉടനെ നമുക്ക് അടുത്ത മാസം റേറ്റ് കുറഞ്ഞ് കിട്ടും എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഫ്യൂച്ചറിൽ ഇത് റേറ്റ് കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു മാസം കൊണ്ട് ഇതൊന്ന് ശരിയായി നമ്മുടെ കയ്യിൽ ഒരു കാർ കിട്ടുമ്പോൾ അത്ര റേറ്റ് കുറഞ്ഞ് കിട്ടുമെന്നല്ല. ഇത് സമയമെടുക്കും. രണ്ട് രാജ്യങ്ങളാണെങ്കിൽ പോലും, ഇപ്പം ഇന്ത്യയിൽ നിന്ന് UK അയച്ച സാധനമാണെങ്കിൽ പോലും, UK നിന്ന് ഇന്ത്യയിലോട്ട് അയച്ച സാധനമാണെങ്കിൽ എന്താണെങ്കിൽ പോലും, ഇത് സംഭവം തുടങ്ങി റെഡിയായി വരാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള വിസ്കി, നമ്മുടെ UK വിസ്കികൾ, സ്കോച്ച് സംഭവം, ഇതിനെല്ലാം തന്നെ മദ്യ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ റേറ്റ് കുറച്ച് കിട്ടും. ഇതൊക്കെ കുറച്ച് പെട്ടെന്നായിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടില്ലേ, ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പെട്ടെന്നായിരുന്നെങ്കിൽ, നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് കുടിക്കായിരുന്നു. അല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ള സാധനമാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പെട്ടെന്നായിരുന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതുകൊണ്ട്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ, പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്മാർട്ട് ഫോൺസ്, ഫൈബർ ഒപ്റ്റിക്സ്, പിന്നെന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം UK നിന്ന് ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്ത് അവിടെ ഇറക്കുമതി ചെയ്യുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം തന്നെ പിന്നെ തീരുവ കുറയ്ക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, 90% സാധനങ്ങൾക്കും. അതുപോലെ UK നമ്മുടെ നാട്ടിൽ നിന്ന് UK കയറ്റുമതി ചെയ്യുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ. ടെക്സ്റ്റൈൽസ്, തൊഴിലുൽപ്പന്നങ്ങൾ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, ചെമ്മീൻ, ട്യൂണ, അതുപോലെ ജെംസ്, ജ്വല്ലറി, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മഞ്ഞൾ, ഏലം, കുരുമുളക്, അച്ചാർ, പിച്ചാർ, പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോഴത്തെ റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടും. 99% സാധനങ്ങൾ എന്നാണ് UK ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞാൽ പെട്ടെന്നായിരിക്കില്ല, സമയമെടുക്കും നമുക്ക് കിട്ടാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാകുന്നൊരു കാര്യമല്ല. അത് ഓരോ സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് അവർ സമയമെടുത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര, ഒഡീഷ, ഗുജറാത്ത്, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എല്ലാങ്ങൾക്കും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഉള്ളി, മുന്തിരി, എഞ്ചിനീയറിംഗ് അങ്ങനെ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഗുജറാത്താണെന്നുണ്ടെങ്കിൽ പരുത്തി, നിലക്കടല, ആഭരണങ്ങൾ, അങ്ങനെയുള്ള സംഭവം എല്ലാം ഗുജറാത്തിന് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം തന്നെ ഗുണമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലും ഗുണമുണ്ട്. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതായത് ഏലം, മഞ്ഞൾ, പിന്നെ കാപ്പി, പിന്നെ കള്ളുണ്ടല്ലോ, ഇവിടെ കള്ള് ഷാപ്പൊക്കെ ഉണ്ടല്ലോ, കള്ള്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ. അതിനകത്തും ട്യൂണ, ഫിഷ്, അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ട്യൂണ, ചെമ്മീനെല്ലാം. പിന്നെ ആന്ധ്രാപ്രദേശ്, അതിനകത്തും ചെമ്മീൻ, ട്യൂണ, ഫിഷ്, മീൻ, ഭക്ഷണ സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്. ഒഡീഷ, ചക്ക, മാമ്പഴം, മുരിങ്ങക്ക, ജൈവ ഔഷധായനങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട് ലിസ്റ്റ്. ഞാനിതെല്ലാം നോക്കി പറഞ്ഞു വെച്ചാൽ ഇത് നോക്കാൻ പറയാൻ പറ്റില്ല, നമുക്ക് വലിയൊരു ലിസ്റ്റാണ്. ഇപ്പോൾ എല്ലാം കൂടെ പറയേണ്ട ആവശ്യമില്ലാന്ന് ചോദിച്ചത്. 99% സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാം പെടും ഏറെക്കുറെ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ നല്ല രീതിയിൽ ഇവിടെ ഉള്ള ഇന്ത്യക്കാർക്ക്, UK ഇന്ത്യക്കാർക്ക് റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടും. ഇവിടെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു, പക്ഷേ ഇച്ചിരി സമയം എടുത്തേ കിട്ടുള്ളൂ. എന്തെങ്കിലും വേണ്ടില്ല, സമയമെടുത്ത് നമുക്ക് കിട്ടും. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ പറയുന്ന മലയാളി ഷോപ്പുകളിലും മറ്റുമായിട്ട് പോയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും സാധനങ്ങൾക്ക് ചിലപ്പോൾ നല്ല വിലയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ നല്ല വിലയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ചില ഷോപ്പുകളിൽ നമുക്കത് ഡിസ്കൗണ്ടായിട്ടും, ചില ഷോപ്പുകളിൽ അത് നല്ല വിലയ്ക്ക് തന്നെയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് ഇതിൻ്റെ പ്രോസസ്സ് നടന്ന് ഇവിടെ നടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ
അതിൽ കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് അത്രയും വില കുറച്ച് നമുക്കിവിടെ കിട്ടും, നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാൻ പറ്റും. പിന്നെ ഇത് UK ഒരു ഷോർട്ട് ടൈം ജോബ് പരിപാടി കൂടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് യോഗ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ, യോഗ പ്രാക്ടീസ്, യോഗ കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഇവിടെ ഒരു താൽക്കാലിക വിസ കേട്ടോ, ടെമ്പററി വിസ പരിപാടി കൊടുക്കാനുള്ള പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ പാചകക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, അത് പിന്നെ സംഗീതജ്ഞന്മാരുണ്ടല്ലോ, അവർക്ക് എല്ലാം തന്നെ ഫ്യൂച്ചറിൽ ഒരു ഷോർട്ട് ടൈം വിസ പരിപാടി കൊടുക്കുന്ന പദ്ധതിയും കൂടെ UK ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പെട്ടെന്നല്ല, ഫ്യൂച്ചറിൽ ചെയ്യാവുന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ UK ബന്ധം ശക്തമാകാനും, അത് നിങ്ങൾക്കറിയാലോ, ഒരു പക്ഷേ ഇവിടെയുള്ള നമ്മുടെ UK ഇന്ത്യൻ എംബസിക്ക് നേരെ ആക്രമണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാർക്കാണുള്ള ആക്രമണങ്ങളും കാര്യങ്ങളെല്ലാം പല രാജ്യങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നല്ല രീതിയിൽ നമ്മുടെ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട്, അല്ലാതെ വേറെ രാജ്യങ്ങളിലായിട്ടുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കാനഡയിലുള്ള ഇന്ത്യൻ എംബസിക്കും അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എല്ലാത്തിനകത്തും നമ്മുടെ ആൾക്കാരും ഉണ്ട്, മറ്റാൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്രിട്ടനിലും ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുകയാണ്. നേരത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരുപക്ഷെ ധനകാര്യമന്ത്രിയും മറ്റുമൊക്കെ വന്നപ്പോൾ, വിദേശകാര്യമന്ത്രിയൊക്കെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേർത്ത് നല്ലൊരു ബന്ധം സ്ഥാപിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കരാർ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കും ഫ്യൂച്ചർ ഗുണമുണ്ടാകും. ഒരുപാട് തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാൻ, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പരിപാടിക്ക് എല്ലാമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞിരിക്കുന്ന വിസയുടെ സംഭവമായിട്ടൊന്നും കണക്ഷൻ ആയിട്ടില്ല. നമുക്കിപ്പോൾ കൂടുതൽ സ്കിൽഡ് വർക്ക് വിസയിൽ എന്തെങ്കിലും കുറവുണ്ടാകുന്നോ, അതിൻ്റെ ഇളവുണ്ടാകുന്നോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് കൂട്ടിയിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പൗണ്ടിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കിയ സമയത്ത് 117 ആയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടട്ടെ, നല്ല കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.